സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സിനിമാ നടിയെ ക്രൂരമായി ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നു പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ ഹർജിയിൽ ദിലീപിനെതിരെ ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ നടിയുടെ ഹർജിയിൽ എതിർപ്പ് അറിയിച്ചിട്ടില്ല. അവർക്കില്ലാത്ത എതിർപ്പ് 8ാം പ്രതിയായ ദിലീപിന് എന്തിനാണെന്നും ഹൈക്കോടതി ചോദിച്ചു. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അന്വേഷണം നടത്തണമെന്ന് നടിയുടെ ഹർജിയിലെ അന്തിമ വാദത്തിലായിരുന്നു കോടതിയുടെ ചോദ്യം. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്നതാണ് കേസ്. അന്വേഷണ റിപ്പോർട്ട് കേസിലെ 8ാം പ്രതി ദിലീപിനെ ബാധിക്കുന്നതല്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മെമ്മറി കാർഡിന്റെ അന്വേഷണം നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയെ ബാധിക്കുമെന്ന ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം കോടതി തള്ളി. മെമ്മറി കാർഡിലെ മാറ്റം വരുത്തിയത് തന്റെ കക്ഷിയുടെ മേൽ പഴി ചാരുകയാണെന്നായിരുന്നു ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചത്. മെമ്മറി കാർഡിൽ മാറ്റം വരുത്തിയത് നിങ്ങളാണെന്ന് നടി പരാതിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചെങ്കിലും പരോക്ഷമായി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞു. അതിജീവിത നൽകിയ ഹർജിയിൽ 8ാം പ്രതിയായ ദിലീപ് എതിർകക്ഷിയില്ല. ദിലീപ് പിന്നീട് കക്ഷി ചേരുകയായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. 3 തവണ അനധികൃതമായി മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതായാണ് നടി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. 2 കോടതി ജീവനക്കാരും അങ്കമാലി മുൻ രജിസ്ട്രാർക്കുമാണ് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ അറിയിപ്പുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക.